പോരാട്ടം പ്രവചനങ്ങൾക്കപ്പുറത്തോ എന്നാണ് ചോദ്യം. സുജയ. പ്രവചനങ്ങൾക്കപ്പുറത്താണ്. കാരണം പിണറായി വിജയൻ സർക്കാരിന്റെ ഊഴത്തിൽ നടക്കുന്ന 4ാമത്തെ ഉപതെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സാധ്യതകൾ കൃത്യമായി വിശകലനം ചെയ്യാൻ കഴിയുമായിരുന്നു. ഇവിടെ പ്രവചനങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അൻവറാണ്. അൻവർ സ്വയം എരിഞ്ഞ് വീണുകൊണ്ടാണ് അങ്ങനെയൊരു പ്രവചനാതീതമായ പോരാട്ടമാക്കി ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതും നമ്മൾ കാണാതിരിക്കരുത്. ഇവിടെ ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്കൊരു സംശയമുള്ളത്, ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്താണല്ലോ 2016 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മകനെ അച്ഛൻ അംഗത്തിന് ഇറക്കുകയാണ് 2014. 2022 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഈ 2016 1987 മുതൽ 2016 വരെ ആര്യാടന്റെ മണ്ഡലമായിരുന്നു, ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലമായിരുന്നു. അപ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലത്തിൽ ഈ കന്നി അംഗത്തിൽ വിജയക്കൊടി പാറിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞില്ല. അതിനുശേഷം വന്ന വി പ്രകാശിന്റെ മത്സരത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ വി പ്രകാശിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു സാഹചര്യം കൂടി അൻവർ ഫാക്ടറിനൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതായിരിക്കും ഈ അങ്ങോട്ടുള്ള 19 ദിവസത്തെ ക്യാമ്പയിനിലെ ഒരു ഹൈലൈറ്റായി വരാൻ പോകുന്നത്. അതിൽ വി പ്രകാശിന്റെ ഭാര്യ സ്മിതയടക്കം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ എന്ന് എനിക്കറിയില്ല പരസ്യമായി. പക്ഷേ ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിനുള്ള ഒരു തുറുപ്പുചീട്ടായി മാറാൻ പോകുന്നത് 2021 UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി എത്രത്തോളം ആര്യാടൻ ഷൗക്കത്ത് ഈ പ്രചാരണത്തിനിറങ്ങി എന്ന കാര്യമായിരിക്കും. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ അഡ്വാൻറ്റേജായി നമ്മൾ രണ്ടും നോക്കണമല്ലോ, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കണം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2005 ഷൗക്കത്ത് ആദ്യമായി മത്സരിച്ച സമയത്തെ ആ കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അന്ന് നിലമ്പൂർ പഞ്ചായത്താണ്. നിലമ്പൂർ പഞ്ചായത്ത് അംഗമായി മത്സരിക്കുമ്പോൾ ആ മത്സരിച്ച് ജയിക്കുന്നത് CPIMന്റെ സിറ്റിംഗ് സീറ്റാണ്. സമാനമായ സാഹചര്യമാണ് ഈ 2025. പക്ഷേ അന്നത്തെ ഒരു ആര്യാടൻ ഷൗക്കത്തിൽ നിന്ന് പിന്നീട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ചെയർമാനായി മാറുന്ന ആര്യാടൻ ഷൗക്കത്ത്, അതിനുശേഷം ഷൗക്കത്തിനൊരു തുടർച്ച കിട്ടുന്നില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു കണ്ടിന്യൂവേഷൻ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കണ്ടിന്യൂവേഷൻ കഴിഞ്ഞ ഒരു 9 വർഷക്കാലമായി എവിടെയും ആര്യാടൻ ഷൗക്കത്തിനില്ല എന്ന കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നതാണ് ഈ കാര്യത്തിലെ എൻ്റെ അഭിപ്രായം. ഇതിൽ ബൈ ഇലക്ഷൻ്റെ അടക്കം 2024 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അടക്കമുള്ള കണക്കുകളാണ് UDF ഇപ്പോൾ അൻവർ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമായി ചൂണ്ടിക്കാട്ടുന്നത്. 2019, 24 ബൈ ഇലക്ഷൻ, ഈ മൂന്നിലും 50,000+ ആണ് നിലമ്പൂർ മണ്ഡലത്തിൽ കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1,00,000-ലേറെ ഭൂരിപക്ഷം എന്ന് പറയുന്ന കണക്ക് കണ്ടുകൊണ്ടാണ്, അതൊരു മായ കണക്കാണ്, ലോക്സഭയിൽ കിട്ടുന്നതല്ല ഒരിക്കലും നിയമസഭയിൽ കിട്ടുന്നത് എന്നത് കൂടി വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ PV അൻവർ മാറി നിൽക്കുന്നത് UDFന് വലിയ തിരിച്ചടിയായി മാറാൻ പോകുന്നു എന്നുള്ളത് ലീഗിന് നേരത്തെ തന്നെ മനസ്സിലായതാണ്. അതുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി വീണ്ടും ഒരു ഇടനിലക്കാരൻ്റെ റോളെടുത്ത്, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ്റെ റോളെടുത്ത് അൻവറിനെ കൂടെ കൂട്ടാൻ വേണ്ടി അവസാന നിമിഷം വരെ ശ്രമിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നേരത്തെ P. ശ്രീരാമകൃഷ്ണന്റെ മത്സരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. P. ശ്രീരാമകൃഷ്ണനും M. സ്വരാജും തമ്മിലുള്ളൊരു കമ്പാരിസണിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ M. സ്വരാജിന് എത്രത്തോളം വ്യക്തിഗതമായി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നതും ഒരു ഫാക്ടറാണ്. PV അൻവറിനും M. സ്വരാജിനും വ്യക്തിഗതമായി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളുടെ കാര്യത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഇടത് MLA ആയിട്ടാണ് നിലമ്പൂരിൽ അൻവർ ഉണ്ടായിരുന്നത്. പക്ഷേ അൻവർ മണ്ഡലത്തിൽ കുറച്ചുകൂടി ആളുകളുമായി ഇടപെടുന്നതിൽ എത്രത്തോളം വെൽക്കമിംഗ് ആണ്, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ സാന്നിധ്യം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അൻവർ മത്സരിക്കുകയാണെങ്കിൽ അൻവറിന്റെ ആ ഒരു ഫാക്ടർ, അത് സ്വരാജിനെ വെച്ച് നോക്കുമ്പോൾ സ്വരാജിന് ഈ മണ്ഡലത്തിൽ കേഡർ വോട്ടുകളെല്ലാം ഇൻടാക്റ്റായി, ഡോക്ടർ അരുൺ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 70,000 വോട്ടുകൾ ഇൻടാക്റ്റായി, കേഡർ വോട്ടുകൾ അതുപോലെ തന്നെ അനുഭാവികളുടെ വോട്ടുകൾ അതെല്ലാം ചേർത്ത് അത്രയും കിട്ടണം. ചാഞ്ചാടി നിൽക്കുന്ന സ്വിംഗ് വോട്ട്സ് ഉണ്ട്. സ്വിംഗ് വോട്ട്സ് എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഈ ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് UDFൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. KPCC അധ്യക്ഷൻ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടും VS ജോയി അവിടെ ഈ പഞ്ചായത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടുമൊന്നും ഈ കാര്യങ്ങൾ മുഴുവനായി സമാഹരിച്ച് ആര്യാടൻ ഷൗക്കത്തിന് കൊണ്ടുപോയി കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യമല്ല നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉള്ളത്. ഇവിടെ കോൺഗ്രസിന്റെ കോട്ടകൾ പൊളിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമോ എന്ന ചോദ്യം തൃപ്പൂണിത്തുറയിൽ സ്വരാജ് കാട്ടിയിട്ടുണ്ട്. 2016 കോൺഗ്രസിന്റെ കോട്ടയാണ് സ്വരാജ് അവിടെ പൊളിച്ചത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ്, ചുരുങ്ങിയ കാലം മാത്രമേ ഇടതുപക്ഷത്തിന് അവിടെ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന വാദത്തിനും പ്രസക്തിയില്ല. അപ്പോൾ കണക്കുകൾക്കപ്പുറം മറ്റൊരു പോൾ അരിത്തമെറ്റിക് അവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഞാനിവിടെ കാണുന്നത് നിലമ്പൂരിൽ. ഇവിടെ മലയോര ജനതയുടെ പ്രശ്നമാണ് പ്രധാനം, അതുകൊണ്ടാണ് ഞാൻ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞത് എന്നത് ഇന്ന് ഈ വിതുമ്പിക്കൊണ്ട് സംസാരിക്കുന്ന, നിർഭരനായി സംസാരിക്കുന്ന PV അൻവർ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിലേക്ക്, ഇമോഷണലി ആളുകളിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ഒരു കട്ട്സൊക്കെ എന്തായാലും നിലമ്പൂരിലെ സാധാരണക്കാരായ ടാപ്പിംഗ് തൊഴിലാളികളെ കുറിച്ചൊക്കെയാണ് PV അൻവർ പറയുന്നത്. അപ്പോൾ
സാധാരണക്കാരായ മനുഷ്യർക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഒരാൾ സംസാരിക്കുമ്പോൾ 9 കൊല്ലം ഞങ്ങളുടെ MLA ആയിരുന്നില്ലേ, അയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അയാളെ ഒരു ഗതികിട്ടാ പ്രേതമാക്കി മാറ്റിയ VD സതീശനെതിരായിട്ടുള്ള ഒരു വികാരം ആളുകൾക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഈ സാധാരണക്കാരായ ആളുകളിൽ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പോലും UDF-നുള്ളിൽ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് ആരാ? PV അൻവർ. ആ അൻവർ ഒറ്റപ്പെട്ട് അനാഥനായി വഴിയിൽ നിന്ന് കരയുകയാണ്. അതാണ് അവിടുത്തെ ജനം കാണുന്നത്. അതൊരു ഫാക്ടറായി മാറാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. MLA സ്ഥാനം രാജിവെച്ചു, എന്നിട്ട് നായകനാകാനായി ഇറങ്ങി പിണറായി വിജയനെ പിണറായി സത്തെ വെല്ലുവിളിച്ചു. എന്നാൽ സതീശൻ ഇസത്താൽ പരാജയപ്പെടുന്ന PV അൻവർ ഒരു നഷ്ടനായകൻ എന്നുള്ളതാണ് PV അൻവറിന് ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്ന ഒരു ലേബൽ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മണ്ഡല പുനർനിർണ്ണയം 2008 സംഭവിച്ചതിന് ശേഷം പഴയ കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് നല്ല മാറ്റം നിലമ്പൂർ മണ്ഡലത്തിന് വന്നിട്ടുണ്ട്. ആ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്തതിലടക്കം വന്നിട്ടുണ്ട്. അതാണ് LDF-ന്റെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകം. അതിൽ ഡോക്ടർ അരുണാണ് സാധാരണ കണക്ക് പറയാറുള്ളത്. നിങ്ങളൊക്കെ പറഞ്ഞ കണക്കുകളിൽ നിന്ന് മറ്റൊരു കണക്ക് കൂടി ഞാൻ പറയാം. 2001 അവിടെ ഏറ്റവും കൂടുതൽ ലീഡ് ആര്യാടന് കിട്ടുന്നത്. അത് 21,080 വോട്ടാണ്. പിന്നീട് അത് കുറഞ്ഞ് 18,070 തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വരുന്നു. LDF തരംഗം 2006 വരുമ്പോൾ 2011 5,498 മാറുകയാണ് പുനഃക്രമീകരണത്തിന് ശേഷം. അതെ, അപ്പോൾ 2011 ലീഡ് 5,498 ഉള്ളൂ. അപ്പോൾ ലീഡ് എന്ന് പറയുന്നത് UDF-ന് അവകാശപ്പെടാവുന്നത് അവരുടെ കുത്തകയാണ്, കോട്ടയാണ് പറയുമ്പോൾ, അതെ, കുത്തകയാണ്, കോട്ടയാണ് എന്ന് പറയുമ്പോൾ അവിടെ ആ കോട്ടയിൽ കിട്ടുന്നത് 5,498 ആണ്. അവിടെ നിന്നാണ് 5 വർഷം കഴിയുമ്പോൾ ഇടത് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ നേരെ ഇരട്ടിയാണ്. 11,000 കാരണം അത് LDF-ന്റെ സീറ്റല്ലേ? അല്ലല്ല, വർഷം. അതായത് 1987 മുതൽ ഈ 2016 വരെ അവിടെ ആര്യാടൻ അത് ഉറച്ച കോട്ടയെ കൊണ്ട് നടക്കുകയാണ്. അതിനിടയിൽ വേറെ മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ 2016 അൻവറിന് കിട്ടുന്ന 11,504 അതിൽ 2,700 കുറയുന്നതാണല്ലോ ഇപ്പുറത്തെ ആത്മവിശ്വാസമായി ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ BJP, BDJS ഇവരൊക്കെ മത്സരിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ കൂടി അവിടെ കാണേണ്ടതുണ്ട്. അവിടെ BDJS 2016 മത്സരിക്കുമ്പോൾ 12,284, 2021 BJP വരുമ്പോൾ 8,595, 4,000 അവിടെ കുറയുന്നു. SDPIക്ക് 4,751 2016, 2021 3,281, അവിടെയും 1,500 കുറയുന്നുണ്ട്. അപ്പോൾ ഈ SDPയുടെ വോട്ട് എങ്ങോട്ടാണ് പോയതെന്നുള്ളതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ലല്ലോ, താങ്കൾ നേരത്തെ BJPയുടെയും BDJSന്റെയും പറഞ്ഞതുപോലെ. അപ്പോൾ അങ്ങനെയാണ് അൻവറിന്റെ ഭൂരിപക്ഷം കുറയുന്നത്, അല്ലാതെ ഇടത് വോട്ടുകൾ എങ്ങും പോയിട്ടല്ല എന്നത് നമ്മൾ അവിടെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഈ UDF ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഫൈനലിലേക്ക് ഈ ക്വാർട്ടർ ജയിച്ചുകൊണ്ട് UDF-ന് അങ്ങോട്ടേക്ക് പോകാം. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്ലൈറ്റ് എഡ്ജ് അൻവർ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. സ്വരാജ് കുറച്ചുകൂടി ജനകീയനായി മാറേണ്ടതുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിലെ എൻ്റെ വിലയിരുത്തൽ. ഒറ്റ കാര്യം, ഇന്ന് PV അൻവർ സ്വരാജിന് ഒരു ക്യാമ്പയിന് ഒരു വഴിമരുന്നും കൂടി ഇട്ട് കൊടുത്തു. പലപ്പോഴും PV അൻവർ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ ചില ഫാക്ട്സ് മറന്നു പോകുന്നു. സ്വന്തമായിട്ടിട്ട ഫേസ്ബുക്ക് കവളപ്പാറയിലും ഈ പറയുന്ന നിലമ്പൂരിലും 2019 പ്രളയം ഉണ്ടായപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴും ഈ സ്വരാജ് വന്നില്ല എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ പൊങ്കാലയല്ലേ. ആ കൊടയുടെ കീഴിൽ, അതായത് PV അൻവറിന്റെ കൊടയുടെ കീഴിൽ 2019 ഓഗസ്റ്റ് 8, 9 തീയതികളിൽ 9, 10 തീയതികളിൽ അവിടെ നിൽക്കുകയാണ്. ആരാ നിൽക്കുന്നത്? ഈ പറയുന്ന സ്വരാജ് കവളപ്പാറയിൽ നിൽക്കുകയാണ്. അവിടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അന്ന് കൂടെ നിൽക്കുകയാണ്. സ്വന്തം കൊടയുടെ കീഴിൽ നിന്ന് സ്വന്തം ഫേസ്ബുക്കിൽ. പക്ഷേ ഞാൻ വേറൊരു കൊടയുടെ സ്വരാജിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇയാൾ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു വലിയ അബദ്ധം. അല്ല, സ്വരാജിന്റെ കൊടയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് UDF എന്ന് പറയുന്ന കൊടയിൽ ആ കൊടയുടെ പിടിയിൽ പിടിച്ചിരുന്ന PK കുഞ്ഞാലിക്കുട്ടി, മലബാറിലെ വലിയേട്ടർ ലീഗാണല്ലോ, ആ കുഞ്ഞാലിക്കുട്ടി ആ കൊടയെന്ന് മാറ്റിക്കഴിഞ്ഞാൽ കാണാം. സതീശനോട് കുഞ്ഞാലിക്കുട്ടി ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പറയുന്നില്ല എന്നേ ഉള്ളൂ. അത്ര ഹാപ്പി അല്ല എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. ഈ പാലക്കാടും ചേലക്കരയിലും ഇവിടെയൊക്കെ ഞാൻ എന്ന് പറഞ്ഞ ഒരാളെ ഇപ്പൊ കാണുന്നില്ല കേട്ടോ. K മുരളീധരന്റെ ഞാൻ ഇന്ന് പ്രകടനത്തിനുമില്ലായിരുന്നു. ഞാൻ എവിടെ പോയി എന്നുള്ളതൊരു വിഷയമാണ്. ഞാൻ അല്ലെങ്കിൽ ചേലക്കരയിൽ ഞാനാണെന്നൊക്കെ തീരുമാനിക്കുന്നത്, ഞാൻ പ്രഖ്യാപിക്കും എന്നൊക്കെ പറയുന്ന ആൾ കാണുന്നില്ല. അപ്പോ Meet the editors.